ഹായ്, ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ച് നല്ല അടിപൊളി ഒരു വിഭവം തയ്യാറാക്കാം. അതിനു വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വട്ടത്തിൽ ചെറുതായി അരിഞ്ഞെടുക്കണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ മസാല ചേർത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം നമ്മൾ വെണ്ടയ്ക്ക വഴറ്റുമ്പോഴത്തേനും അതിലൊരു കൊഴുകൊഴുപ്പ് കാണും. പക്ഷെ നമ്മളത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക എന്ന് പറയുന്നത് നല്ല ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ്. അതേപോലെ നമുക്ക് ജോയിൻറ്റ്സ് പെയിനൊക്കെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. ഇത് രാവിലെ നമ്മൾ വെറും വയറ്റിൽ തലേന്ന് തന്നെ നമ്മളൊരു കിളുന്ത് 2 വെണ്ടയ്ക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെറും വയറ്റിൽ രാവിലെ എഴുന്നേറ്റ് അത് ഞെവിടി കുടിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശരീരഭാഗങ്ങളിലെ വേദന, ജോയിൻറ്റ്സ് പെയിനൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മളുടെ വെണ്ടയ്ക്ക നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കൊഴുപ്പൊക്കെ മാറി നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി കുറച്ച് തേങ്ങ, അതിലേക്ക് കുറച്ച് ജീരകം, പിന്നെ നല്ല കട്ടി തൈര് ഒഴിച്ചു കൊടുക്കുക. നമുക്കത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കണം. വെണ്ടയ്ക്ക നല്ലതുപോലെ വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് കടുക് വറുക്കാം. അല്പം എണ്ണയൊഴിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് നല്ലതുപോലെ വഴറ്റി നമുക്ക് കുറുകിയെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് ചെവിട്ടി പിടിക്കും. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. വേണ്ട, അരപ്പ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ആ കുറുകിയത് നമുക്ക് ഒരു പാത്രത്തിലേക്കാക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ സാധനമാണ്. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട ചോറിൻ്റെ കൂടെ, ഇത് മാത്രം കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് സദ്യയിലൊക്കെ ഇത് വിളമ്പാറുണ്ട്. അപ്പോഴും നമുക്കത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിക്കാം. കുറച്ച് ചോറെടുത്ത് ഈ വെണ്ടയ്ക്ക എരിശ്ശേരി അങ്ങോട്ട് അതിലോട്ട് ഒഴിച്ച് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.